അപ്പോൾ വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പനിയും തൊണ്ടവേദനയും വന്ന കാരണം സൗണ്ടൊക്കെ ആകെ പോയി കിടക്കുമായിരുന്നു. ഇന്നലെ കഴിഞ്ഞപ്പോഴാണ് സൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ആയത്. സിനിമകൾക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങണം ഒന്ന് ഹെൽത്ത് ഒന്ന് സെറ്റ് ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയാലോ, മറിമായത്തെ കുറിച്ചാണ്. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ പല ആളുകളും കാണുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. ഞാനൊക്കെ ഒരു +1 പഠിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2011. 13 വർഷത്തോളം കണ്ടന്റുകളുടെ പെരുമഴ തന്നെയായിരുന്നു ഇവർ ഓഫർ ചെയ്തിരുന്നത്. പല ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതന്നു. പ്രത്യേകിച്ച് ഈ ഒരു പൊളിറ്റിക്കൽ സെനാരിയോസ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന, ഈവൻ വീടുകളിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഓരോ എപ്പിസോഡിന്റെ അവസാനം നമ്മുടെ ഉള്ളിലൊരു തോന്നലാണ്, ഇതിലെവിടെയോ ഞാനില്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നുള്ളത്. ഒരുപാട് എപ്പിസോഡുകൾ, അത് ചിരിപ്പിച്ചിട്ടുള്ള എപ്പിസോഡുകളുണ്ട്, വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള എപ്പിസോഡുകളുണ്ട്, ചിന്തിപ്പിച്ചിട്ടുള്ള എപ്പിസോഡുകളുണ്ട്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പൊക്കോണ്ടേയിരിക്കുകയാണ് മറിമായത്തിന്റെ ഓരോരോ എപ്പിസോഡുകൾ. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും തോറും ഈ ഒരു എപ്പിസോഡുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. തുടർച്ചയായിട്ടുള്ള 5 തവണ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സിന്റെ ബെസ്റ്റ് കോമഡി ഷോനുള്ള അവാർഡ് മറിമായത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വട്ടം സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയത് പ്യാരിജാതൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ള സലീം ഹസന്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ ഫാൻസ് കയറി. പ്രത്യേകിച്ച് ആ ഒരു റിവ്യൂവിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂ വന്ന സമയത്ത് അവരൊരു എപ്പിസോഡ് എയർ ചെയ്തിരുന്നു. എൻ്റെ അതിലത്തെ ആ ഒരു റിവ്യൂവറിന്റെ ആ ഒരു ചാനൽ ചർച്ചയിലത്തെ ആ ഒരു റീലൊക്കെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നു. ഇവരുടെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോയ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിയാസ് ബക്കർ ചെയ്യുന്ന കോയ ശീതൾ, ഈ 2 ക്യാരക്ടേഴ്സ്. കോയനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ആ ഒരു ക്യാരക്ടർ പറയുന്ന ചില സാധനങ്ങളുണ്ട്, തന്റെ കയ്യിൽ നിന്ന് ഇടുന്ന ചില ഐറ്റംസ് ഉണ്ട്, അതൊക്കെ തന്നെയാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ മണികണ്ഠൻ പട്ടാമ്പിയുടെ സത്യശീലൻ, ഇവരുടെ ക്യാരക്ടേഴ്സിനൊന്നും പേരുകൾ അങ്ങനെ മാറിയിട്ടില്ല. ഇതില് വിനോദ് കോവൂര് ചെയ്യുന്ന മൊയ്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനാണ് ഇടയ്ക്കൊരു പേരുമാറ്റം ഉണ്ടായത്. ബാക്കി എല്ലാവരും ഇപ്പൊ മണ്ടോദരി ആയിട്ടുള്ള സ്നേഹ ശ്രീകുമാർ, രാഘവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഉള്ള ഒരുപാട് ആൾക്ക് ഉണ്ണിരാജ് ചെയ്യുന്ന ഉണ്ണി എന്നുള്ള അതേ പേരുള്ള ആള്, അങ്ങനെയുള്ള ഒരുപാട് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് തന്നെ ഇതിൽ പല ആളുകൾക്കും ഫാൻസും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു ശക്തി അവര് പറയുന്ന ഒരു കണ്ടന്റ് കൂടാതെ തന്നെ അതിലുള്ള പല ആൾക്കാരുടെയും പെർഫോമൻസും അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ അവിടെ അത്രത്തോളം ഇമ്പാക്ട് തരികയും ചെയ്യുന്ന ആ ഒരു സീനിലാണ് ശരിക്കും വരുന്നത്. ആ ഒരു കാര്യത്തിൽ മറിമായം അന്നും ഇന്നും മുന്നോട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ ഇതിലുള്ള ചില എപ്പിസോഡുകൾ ഇതിലത്തെ ആക്ടേഴ്സിലെ പല ആൾക്കാരാണ് സ്ക്രിപ്റ്റ് ചെയ്യാറുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മണികണ്ഠൻ പട്ടാമ്പി ഇതിലൊരു എപ്പിസോഡൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാത്രം ആവണമെന്നില്ല, വേറെ ഉണ്ടാവാം. എന്റെ കണ്ണിൽ പെട്ടിട്ടുള്ളത് ആ ഒരു എപ്പിസോഡാണ്. ഒരു ആക്ടർ കുഴഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ സെനാറിയോ കാണിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ട്. ആ ഒരു എപ്പിസോഡാണ് പെട്ടെന്ന് മണികണ്ഠൻ പട്ടാമ്പിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയെന്ന് എനിക്ക് തോന്നിയത്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വിശേഷങ്ങൾ ഈ ഒരു എപ്പിസോഡുകൾക്കുണ്ട്, എൻ്റെ മറിമായത്തിനുണ്ട്. 13 വർഷത്തോളം വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രോഗ്രാം ഞാൻ സ്ഥിരം മാക്സിമം എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്. കാരണം വീട്ടിലിപ്പോൾ ഞാനും അമ്മയും ഇരുന്ന് കാണുമ്പോൾ പലപ്പോഴും കാണാറുള്ള പല ഫേവറേറ്റ് എപ്പിസോഡ്സ് ഇതിലുണ്ട്. അപ്പൊ ഇനിയും ഈ ഒരു എപ്പിസോഡുകൾ മുന്നോട്ട് പോട്ടെ. ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന കണ്ടന്റുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് ഇനിയും ഇതുപോലുള്ള എപ്പിസോഡുകൾ വരട്ടെ. പിന്നെ പറയേണ്ടത്, ഇതില് വേറൊരു ആക്ടർ കൂടി ഉണ്ട്, സുഗതൻ എന്ന് പറയുന്ന ആ റോള് ചെയ്യുന്നത്. അദ്ദേഹവും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്. ചില സീനുകളിലൊക്കെ പ്രായമായിട്ടുള്ള ഒരാളുടെ റോള് ചെയ്യുന്ന സീൻസ് ഒക്കെ കിടിലനാണ്. കാരണം അത്രയും സൂപ്പർ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ റിയാസ് നർമ്മകല അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, മന്മഥൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇങ്ങനെ കുറെ പേർക്കും ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ സ്കോർ ചെയ്യുന്നത് മറിമായം തന്നെയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മറിമായത്തെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ